നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാരി കെയിനെ കുറിച്ചും സ്പേഴ്സിന്റെ യൂറോപ്യൻ ലീഗ് പ്രതീക്ഷകളെ കുറിച്ചുമാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ 31 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഹാരി കെയിൻ ഒരു മേജർ ട്രോഫി വിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ബയണിലേക്ക് പോയതിനു ശേഷം ഞാൻ വിചാരിച്ചു അവരെല്ലാ വർഷവും കപ്പടിക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് കപ്പ് അടിക്കുന്നുണ്ട്, ചാമ്പ്യൻസ് ലീഗിൽ ശക്തമായിട്ട് മുമ്പോട്ട് പോകാറുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം എല്ലാ കപ്പ് കോമ്പറ്റീഷനിൽ നിന്നും പുറത്തു പോകുന്ന ഒരു ബയൺ മ്യൂണിച്ചിനെ നമ്മൾ കണ്ടു. ലെവർകൂസൻ ബുണ്ടസ് ലീഗ ടൈറ്റിൽ അടിക്കുന്നു, അതിനുശേഷം ഡൊമസ്റ്റിക് കപ്പിൽ നിന്ന് ബയൺ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ബയന്റെ സൈഡിൽ നിന്ന് വന്നത്. ഈ വർഷം ആ ഒരു കിരീടം ബയൺ സ്വന്തമാക്കിയിട്ടുണ്ട്. ലെവർകൂസൻ കഴിഞ്ഞ മത്സരത്തിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തതോടെ ഒഫീഷ്യലായിട്ട് കിരീടം ബയൺ മ്യൂണിച്ചിന്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ കെയിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സ്പേഴ്സിന്റെ ഒരു ലെജൻഡ് തന്നെയാണ്. വളരെ ലോയലായിട്ട് സ്പേഴ്സിനൊപ്പം നിന്നിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും സ്പേഴ്സിന് വേണ്ടിയിട്ടും ഒരു വലിയ ടെനോർ തന്നെ അദ്ദേഹം ഒരു പെർഫോമൻസിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ള പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കെയിൻ പോയതിന് ശേഷമാണ് ഒഫൻസിലെ ആ ഒരു സ്ട്രൈക്കറുടെ അഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. പുള്ളിയുടെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഹെഡർ ആയാലും ഔട്ട്സൈഡ് ദ ബോക്സ് ആയാലും പെനാൽറ്റി കൺവേർഷൻ ആയാലും എല്ലാ വിധത്തിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീസ് കെയിൻ ഉണ്ട്. അത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ EPL ടോപ്പ് സ്കോറിംഗ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 2ാമത്തെ സ്ഥാനത്ത് കെയിൻ ഉണ്ട്. അത് മാത്രമല്ല, ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്തു പറയണം. 2 പ്രാവശ്യം ക്വാർട്ടർ ഫൈനൽ കടന്നെങ്കിലും പലപ്പോഴും നിരാശാജനകമായിട്ടുള്ള ഇവന്റിലൂടെ പുറത്താകുന്ന ഒരു ഇംഗ്ലണ്ട് ടീമിനെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ പുതിയ കോച്ചിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പിനെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഇംഗ്ലണ്ടിന്റെ സൈഡിൽ നിന്ന് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല, സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഒരു അഭാവം നല്ല രീതിയിൽ തന്നെ നമ്മളെ എഫക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ലാതെ ശ്രമിച്ചു. പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. ഒരു സ്ട്രൈക്കർ മാത്രമല്ല, ഓവറോൾ പ്ലേ മേക്കർ എന്ന രീതിയിൽ കെയിന്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതായത് പുള്ളി കൊടുക്കുന്ന കില്ലർ പാസുകളായാലും ഇൻസ്റ്റിങ് ആയിട്ടുള്ള ത്രൂ ബോൾസ് ആയാലും അത് പലപ്പോഴും ഒരു ഗോൾ സ്കോറിംഗ് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാറുണ്ട്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ ലീഗ് വിൻ ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മുമ്പിലുള്ളത്. ഉറപ്പാണ് ലീഗിലെ ഒരു പ്രശ്നങ്ങൾ ഞാൻ വില കുറിച്ച് കാണുന്നില്ല. കാരണം നമ്മൾ 16ാം സ്ഥാനത്താണ് ഉള്ളത്. പെർഫോമൻസ് ഭയങ്കര മോശമാണ്. ആൻഡ് പോസ്റ്റ് ഗോളിന്റെ കാര്യത്തിൽ യാതൊരു കൺസിസ്റ്റൻസി ഇല്ല. ഡിഫൻസിൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ മാനിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി സ്പേഴ്സിന് ഈ ഒരു ലീഗ് ജയിക്കാനുള്ള സാധ്യതയായിട്ട് ഞാൻ കാണുന്നു. 2008 അവസാനമായിട്ട് ചെൽസിയെ തോൽപ്പിച്ചുകൊണ്ട് 2-1 നമ്മൾ ലീഗ് കപ്പ് സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു കപ്പിനായിട്ട് സ്പേഴ്സ് ഫാൻസ് കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് വില കൊടുത്തും ഈ കപ്പ് ജയിക്കാനുള്ള ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മളെ പക്കൽ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരിക്കും ഫൈനലിലേക്ക് എത്താനുള്ള ഓപ്പോസിഷൻ ടീം. അവർ ഞാൻ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ യുണൈറ്റഡിലുണ്ട്. അത് ഡിഫെൻസീവ് ആയാലും ഒഫെൻസീവ് ആയാലും മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളായാലും അത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ജയത്തിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മുമ്പിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തവണ നമ്മൾ കപ്പിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പോച്ച് നമ്മുടെ ഹെഡ് കോച്ച് ആയിരിക്കുന്ന സമയത്ത് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ലിവർപൂളിനെതിരെ നമ്മൾ പരാജയപ്പെട്ടു. അതിനുശേഷം മറ്റൊരു കപ്പിന് തൊട്ടു മുമ്പിലാണ് ഡാനിയൽ ലീവി മൊറീനിയോയെ സാക്ക് ചെയ്യുന്നത്. പിന്നീട് മറ്റൊരു മാനേജറെ വെച്ചിട്ട് നമ്മൾ ആ കപ്പ് കളിച്ചു. പക്ഷേ സിറ്റി നമ്മളെ തോൽപ്പിച്ചുകൊണ്ട് കപ്പടിക്കുകയും ചെയ്തു. ഈ 2 ഓപ്പർച്യൂണിറ്റീസ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ലീഗ് കോമ്പറ്റീഷനിൽ നിന്നും ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ നിന്നും ഏർലി എക്സിറ്റ് നടത്തുന്ന ഒരു സ്പേഴ്സ് ടീമിനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കും നമ്മൾ ഫൈനലിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ടീമിനാണ് മുൻതൂക്കെന്ന് കമന്റിൽ അറിയിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.